നമസ്കാരം. നമ്മുടെയൊക്കെ നിത്യജീവിതത്തിന്റെ ഒരു കണ്ണാടിയായി മാറിയ, എന്നാൽ നമ്മളധികം ചിന്തിക്കാത്ത ഒരു ഗൗരവമേറിയ കാര്യമാണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇതിന്റെ സത്യാവസ്ഥ നമുക്കൊന്ന് നോക്കാം. തുടക്കത്തിൽ തന്നെ ഞാൻ നിങ്ങളോടൊരു ചെറിയ ചോദ്യം ചോദിക്കട്ടെ. സത്യം പറയണം കേട്ടോ. നിങ്ങൾ ദിവസം എത്ര മണിക്കൂർ നിങ്ങളുടെ ഫോണിൽ നോക്കിയിരിപ്പുണ്ട്? ഒന്ന് മനസ്സിലിട്ട് കണക്ക് കൂടി നോക്കിയേ. നിങ്ങളുടെ ദിവസത്തിന്റെ എത്ര ഭാഗമാണ് ആ ചെറിയ സ്ക്രീനിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നത്? ഒരുപക്ഷെ അതൊരു 3 മണിക്കൂറാകുമോ? ശരിക്കും പറഞ്ഞാൽ പഴയ കണക്കുകൾ പ്രകാരം ഇതൊരു ശരാശരി സമയമായിരുന്നു. 3 മണിക്കൂറെന്ന് പറയുന്നത് തന്നെ വലിയൊരു സമയമാണല്ലേ? പക്ഷേ ഇന്നത്തെ യാഥാർത്ഥ്യം അതല്ല സുഹൃത്തുക്കളെ. അതോ നിങ്ങളുടെ സ്ക്രീൻ ടൈം 5 മണിക്കൂറും കടന്നുപോയോ? പുതിയ പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് ഇന്നത്തെ ശരാശരി സ്ക്രീൻ ടൈം 5 മണിക്കൂറോ അതിനു മുകളിലോ ആണെന്നാണ്. ഒന്ന് ചിന്തിച്ചു നോക്കൂ. ദിവസത്തിലെ നമ്മുടെ ഏറ്റവും ഉന്മേഷമുള്ള വിലപ്പെട്ട 5 മണിക്കൂറുകളാണ് നമ്മൾ ഇതിലേക്ക് കൊടുക്കുന്നത്. കേൾക്കുമ്പോൾ തന്നെ ശരിക്കും ഒരു ഞെട്ടൽ തോന്നില്ലേ? അതെ, ഈ നമ്പറുകൾ നമുക്ക് മുന്നിൽ തുറന്നു കാട്ടുന്നത് ഒരു പച്ചയായ സത്യമാണ്. നമ്മൾ പലപ്പോഴും അംഗീകരിക്കാൻ മടിക്കുന്ന ഒരു യാഥാർത്ഥ്യം കൂടിയാണത്. ആധുനിക ടെക്നോളജി വിദഗ്ധരും സൈക്കോളജിസ്റ്റുമൊക്കെ വിരൽ ചൂണ്ടുന്ന ആ വലിയ തിരിച്ചറിവ് എന്താണെന്നല്ലേ? ഞാൻ പറയാം. കാര്യം ഇത്രയുള്ളൂ. സത്യത്തിൽ നമ്മളല്ല ഫോൺ ഉപയോഗിക്കുന്നത്, മറിച്ച് ഫോൺ നമ്മളെ ഉപയോഗിക്കുകയാണ്. അതെ, കാര്യങ്ങളുടെയൊക്കെ നിയന്ത്രണം നമ്മുടെ കൈകളിൽ നിന്നും പൂർണ്ണമായും വഴുതിപ്പോയിരിക്കുന്നു. പുതിയ ഡാറ്റകൾ വ്യക്തമാക്കുന്നത് എന്താണെന്നോ, നമ്മുടെ ചിന്തകളെയും സമയത്തെയും ഈ ഉപകരണങ്ങൾ അക്ഷരാർത്ഥത്തിൽ കവർന്നെടുക്കുകയാണ്. ഇതാണ് ഇതിലെ ഏറ്റവും നിർണായകമായ കാര്യം. പക്ഷേ ഇതൊക്കെ കേട്ട് വിഷമിക്കാൻ നിൽക്കണ്ട കേട്ടോ. ഈ കണക്കുകൾ നമ്മളെ ഭയപ്പെടുത്താനല്ല, മറിച്ച് ഒന്ന് ഉണർത്താൻ വേണ്ടിയുള്ളതാണ്. ഇതിനൊരു മാറ്റം വരുത്താൻ നമുക്ക് തീർച്ചയായും സാധിക്കും. നാളെ മുതലല്ല, ഇന്നു മുതൽ. അതെ, ഇന്നു മുതൽ തന്നെ ഒരു ചെറിയ മാറ്റത്തിനായി നമുക്കൊന്ന് ശ്രമിച്ചുകൂടെ? ഈ ഡിജിറ്റൽ വലയത്തിൽ നിന്നും പുറത്തുവന്ന് നമ്മുടെ സ്വന്തം സമയത്തിന്റെ നിയന്ത്രണം നമുക്ക് തന്നെ തിരികെ എടുക്കാൻ സാധിക്കണം. അപ്പോൾ ഈ വിവരണം അവസാനിപ്പിക്കുന്നതിന് മുൻപ് എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളത് ഒരൊറ്റ കാര്യമാണ്. നിങ്ങളുടെ ആ വിലപ്പെട്ട സമയം തിരികെ പിടിക്കാൻ, ആ സ്ക്രീൻ ടൈം ഒന്ന് കുറയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? ഈ വലിയൊരു ചോദ്യം നിങ്ങളുടെ ചിന്തകൾക്കായി വിട്ടു നൽകിക്കൊണ്ട് ഞാൻ നിർത്തുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ. മാറ്റം ഇന്ന് തന്നെ തുടങ്ങട്ടെ.